ഇന്നെന്തോ മാന നിറയെ പൂത്തു നിൽക്കുക, നിറയെ നക്ഷത്രം. എനിക്കാണേ തലയിൽ മുഴുവൻ ഓഫീസിലെ ബോറൻ മെയിലിന്റെ നിറവും. നേരെ ഒന്ന് നോക്കാൻ കൂടി വയ്യ. താഴെക്കൂടെ പോണ വണ്ടികളുടെ ഹോണടിയും ആകെ കൂടെ ഒരു ഡാർക്ക് മൂഡ്. ഇന്നാണേ വരുന്ന വഴിക്ക് ആക്സിഡന്റും കണ്ടു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളുകളുടെ രൂപമാണ് കണ്ണിന്റെ മുന്നിൽ. എനിക്കിങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് മനസ്സിന്ന് പോവത്തില്ല. ചെറുപ്പത്തിലൊരു ആക്സിഡന്റിൽ ഞാനും പെട്ടിട്ടുണ്ട്. അതിന്റെ ആവും ഈ പേടിയൊക്കെ. എന്തായാലും അവർക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പോ എനിക്ക് എന്നതാ ചെയ്യാൻ പറ്റുന്നേ? പക്ഷെ മനസ്സിലേക്ക് വരുന്ന ആ ചിത്രത്തിൽ ആർക്കും ജീവനില്ലാത്ത പോലെയാടോ. ഒരു കുഞ്ഞുകൂടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ആ മനസ്സാകെ മൊത്തത്തിൽ ഇങ്ങനെ മടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് ഈ വിരസതയും മടുപ്പും അലമ്പും മൂടും ഒക്കെ മാറ്റാൻ നമ്മുടെ ആമയുടെ ഡയറി ഉണ്ടല്ലോ, അത് മതിയില്ലേ? കാവിന്റെ മുകളിലെ പാറക്കോട്ടയില്ലേ, അവിടെ പട്ടണത്തിൽ നിന്ന് വന്ന ആരോ മട തുടങ്ങിയെന്ന് കേട്ടപ്പോഴേ എനിക്ക് വിഷമായി. കാരണം ഞാനും അച്ഛനും നക്ഷത്രങ്ങളെ കാണാനിരിക്കുന്ന കുഞ്ഞൻ പാറയൊക്കെ അവിടെയല്ലേ. പക്ഷെ അവരേതോ വലിയ ആൾക്കാരാ, ഒന്നും പറയാൻ പറ്റത്തില്ല. വലിയ വണ്ടികളും ഒച്ചയിൽ പാറ പൊട്ടിക്കുന്ന കുറെ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ആകെ ശബ്ദമായി. കിളികളൊക്കെ കാട് വിട്ടു പറന്നകന്നു. പുഴ മുഴുവൻ കരഞ്ഞു കലങ്ങി മറിഞ്ഞു. മരങ്ങളും പൂക്കളും ഒക്കെ വാടി ഇങ്ങനെ നിൽപ്പായി. കാർത്തു അപ്പോ ഒക്കെ ഇപ്പൊ മടയുടെ മുന്നിലെ ആ പീടികയിലാ, കാർത്തുവിന്റെ അച്ഛൻ തുടങ്ങിയ ചായക്കടയിൽ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായി. ചീരിമുത്തശ്ശിയും ഞാനും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. അച്ഛനും അമ്മയും തേനൊക്കെ എടുക്കാൻ പോയി വിറകൊക്കെയായി വരുന്നവരെ ഞാൻ ഇങ്ങനെ ചീരിമുത്തശ്ശിയുടെ അടുത്തിരിക്കും. കാലം ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ നീങ്ങി. അങ്ങനെ എൻ്റെ 20ാം പിറന്നാൾ വന്നു. പുതിയ ഉടുപ്പും പായസവും ഒക്കെ ആയിട്ട് ഞാൻ സന്തോഷത്തിലിരിക്കുമ്പോൾ അന്നും എൻ്റെ പാവാടയെ പൊതിഞ്ഞ് ചോര വാർന്നിറങ്ങി. എന്ത് കഷ്ടമാണല്ലേ. എനിക്കിനി കാവി പോവാൻ പറ്റില്ല. കുറേ സങ്കടമായി. എൻ്റെ സങ്കടം കണ്ട് അച്ഛനും അമ്മയും വാക്ക് തന്നു. എനിക്ക് വേണ്ടി അവർ പോകാമെന്ന് കാവിൽ. വിളക്ക് വെച്ച് എനിക്ക് വേണ്ടി ആലിനെ വലം വെച്ചോളാമെന്ന്. പിന്നെ അന്ന് മുഴുവൻ സന്തോഷമായിരുന്നു. സന്ധ്യയോടടുത്ത് മാനത്ത് നിറയെ താരകം നിറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ ലയിച്ചു നിന്നു. മനസ്സിൽ എവിടുന്ന് ഒരു രാജകുമാരനൊക്കെ വന്നു തുടങ്ങി. എൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ അമ്മ അച്ഛനോട് പറയും, പെട്ടെന്ന് പെണ്ണിനൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ. അച്ഛൻ ഞാൻ കുഞ്ഞല്ലേ എന്ന് ചോദിച്ച് അമ്മയെ ശകാരിക്കും. അങ്ങനെ കുളിച്ചീറനായി അവർ രണ്ടാളും കാവിലേക്ക് പോയി. അന്നെന്തോ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, ഒരു നിറച്ചിരിയും. ഉമ്മറത്തെ വാരികയിൽ ആ രസികൻ കുത്തിവര കഥകൾ വായിച്ച് ഞാൻ അവരെയും കാത്ത് ഇങ്ങനെ ഇരുന്നു. നേരം ഒരുപാട് വൈകിട്ടും അവർ എത്തിയില്ല. അച്ഛൻ പണ്ട് പറഞ്ഞ പോലെ ഞാൻ മാനത്ത് നോക്കി ഒരു നക്ഷത്രത്തിനോട് ചോദിച്ചു, അച്ഛനും അമ്മയും എവിടെയെന്ന്. അവരോട് പറ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ. പക്ഷെ ആ ദൂതുമായിട്ട് ആ നക്ഷത്രം എങ്ങോട്ടും പോയില്ല. അതുമാത്രമല്ല, ഒരു വലിയ കാർമേഘം വന്ന് അതിനെ മറച്ചു. ഉടനെ മാനത്ത് ഞാനൊരു ധൃതിയിൽ പായുന്ന അഗ്നിഗോളം കണ്ടു. ചീരുമുത്തശ്ശി വിളിച്ചു പറഞ്ഞു, ആമിപ്പെണ്ണെ കണ്ണുപൊത്തിക്കോ, അത് കാണുന്നത് അപശകുന. ഞാൻ കണ്ണുപൊത്തും മുന്നേ അവ എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്ന് അങ്ങ് മാഞ്ഞുപോയി. നേരം പാതിരാത്രിയോടടുത്തിട്ടും അച്ഛനെയും അമ്മയും കാണാതെ വല്ലാണ്ട് പേടിച്ചു ഞാൻ. രവിമാമൻ വന്ന് ചീരുമുത്തശ്ശിയോട് എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞു. മുത്തശ്ശി നെഞ്ചത്ത് കൈവയ്ക്കുന്നതും ഞാൻ കണ്ടു. അവരോടൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഞാൻ ഓടി കാവിൻ്റെ ഇരുട്ടിലേക്ക്. കാവ് അടുക്കും തോറും എൻ്റെ ഉള്ളിൽ വേദന ആകെ പടർന്നു കഴിഞ്ഞിരുന്നു. കാലിലൂടെ ചോര വന്ന് മണ്ണിനെ തൊടുന്നത് ഞാൻ അറിഞ്ഞു. കാവ് എത്തും മുന്നേ തന്നെ ഞാൻ ആ കാഴ്ച കണ്ടു. ഞാനും അച്ഛനും കെട്ടിപ്പിടിച്ചിരുന്ന് മിണ്ടാറുള്ള, നക്ഷത്രങ്ങളെ നോക്കി കിടക്കാറുള്ള ആ കുഞ്ഞൻ പാറ ഉരുണ്ടുവന്ന് അച്ഛനെയും അമ്മയും ശ്വാസം മുട്ടിക്കുന്ന കാഴ്ച. ഇരുട്ടിൽ മറ്റൊന്നും കാണാനില്ല, തുറന്നു വെച്ച 2 ജോഡി കണ്ണുകളല്ലാതെ. അടുത്തേക്ക് ചെല്ലാൻ പോലും ആവാതെ ഞാൻ മരവിച്ചിങ്ങനെ നിന്നു. ആരൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കാതിൽ അച്ഛൻ്റെ ഒരു വിളി മാത്രം ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. പെട്ടെന്നെന്തോ ഓർത്തെടുത്ത പോലെ ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. 2 ആളുടെയും കവിളിൽ തുരുതൊരു ഉമ്മ വെച്ചു. എണീക്കാൻ വേണ്ടി ആവും പോലെ വിളിച്ചു. പക്ഷെ എൻ്റെ വിളിയൊന്നും കേൾക്കാത്ത പോലെ 2 ആളും അങ്ങനെ തന്നെ കിടന്നു. മാനം നോക്കി. അച്ഛൻ ഏറെ ഇഷ്ടമുള്ള നക്ഷത്രങ്ങളെ നോക്കി. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പാറമട കാരണം മണ്ണ് മുഴുവൻ പിണങ്ങിയിരിക്കുക, അതിൻ്റെ ബാക്കി ഇതൊക്കെയെന്ന്. അതൊന്നും കേൾക്കാതെ ഞാൻ പാറയാവും പോലെ തള്ളി മാറ്റാൻ തുടങ്ങി. അല്ല, അച്ഛനും അമ്മയ്ക്കും പിന്നെ ശ്വാസം മുട്ടില്ലേ? എൻ്റെ മുഴുവൻ ശക്തിയിലും എനിക്കൊന്ന് തൊടാൻ പോലും പറ്റിയില്ല ആ കുഞ്ഞൻ പാറകളെ. കുഞ്ഞൻ പാറ എന്ന പേരിനെ ഞാൻ കുറേ ശപിച്ചു. നേരം വെളുക്കാറായപ്പോൾ ഞാൻ ചീരുമുത്തശ്ശിയുടെ വീട്ടിലാണ്. കണ്ണെത്തുന്ന ദൂരത്ത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് 2 വെള്ള പുതച്ച ശരീരങ്ങൾ. മകളെ എല്ലാത്തിലും ഏറെ സ്നേഹിച്ച അതേ മകൾക്ക് വേണ്ടി തന്നെ മരിച്ച 2 പേർ. ഒറ്റയ്ക്കാക്കി പോയതിൻ്റെ പിണക്കം കാരണം ഞാൻ അവരെ പിന്നെ നോക്കിയില്ല.
കുറച്ചു നേരം ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇക്ലയാക്കി എന്നെ ചിരിപ്പിക്കുമെന്ന് ഓർത്തു. പക്ഷെ അവരെണീറ്റില്ല. എൻ്റെ ഒരു വിളിയിലും അവരെണീറ്റില്ല. പിന്നെ എനിക്ക് ദേഷ്യമായി. ദേഷ്യം കരച്ചിലായി. കരച്ചിൽ അട്ടഹാസമായി. പിന്നെ ഏതോ നേരം അത് നിർവികാരതയായി. തെക്കേപ്പറമ്പിൽ അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ളൊരു മാവുണ്ട്. അതിൻ്റെ ചോട്ടിൽ അച്ഛനെയും അമ്മയും ആരൊക്കെയോ ചേർന്ന് കിടത്തി. പിന്നെ മുഖം മാത്രം ഒഴിച്ച് ബാക്കിയൊക്കെ അച്ഛൻ തണുപ്പ് മാറ്റാൻ കൊണ്ടുവന്ന് വിറക് കൊണ്ട് നിറച്ചു. എനിക്ക് അവസാനമായി കാണാൻ മുഖം മാത്രം ഇങ്ങനെ. അടുത്ത് ചെന്ന ഒറ്റവട്ടം കൂടി അവസാനമായിട്ട് ഒന്നുകൂടെ ഞാൻ വിളിച്ചു, അച്ഛാ, അമ്മേ. പക്ഷെ ആ വിളി തീരെ മുന്നേ എൻ്റെ കണ്ണിൽ ഇരുട്ട് പടർന്നു. പുറകോട്ട് മാനം നോക്കി ഞാൻ വീണു. കണ്ണിൽ നിറയെ മാനത്ത് തെളിഞ്ഞ നക്ഷത്രങ്ങൾ. വെറുപ്പോടെ ഞാൻ കണ്ണ് മുറുക്കെ അടച്ചു. ഇനി എനിക്ക് കാണണ്ട അവറ്റകളെ. അത്രയ്ക്ക് വെറുപ്പാ, പേടിയാ. എന്നെ ഇല്ലാണ്ടാക്കിയ ആ രാത്രിയിൽ അച്ഛനും അമ്മയ്ക്കും കാവൽ പോവാൻ പറഞ്ഞിട്ട് കേൾക്കാൻ കൂട്ടാക്കാത്ത അവയോട് ഇനി ഒരിക്കലും ഞാൻ മിണ്ടില്ല. സന്ധ്യയോടടുത്ത് ഞാൻ അറിഞ്ഞു മാവിൻ ചുവട്ടിൽ അമ്മയും അച്ഛനും ചാരമായി കെട്ടിപ്പിടിച്ചുറങ്ങുവാണെന്ന്. ജീവനും ജീവിതവുമില്ലാതെ ഞാൻ ഇങ്ങനെ ആയുസെത്തിക്കും. ഇനി മാസത്തിൽ എന്നെ ചോപ്പിക്കുന്ന ആ ഒന്നിനോടും എനിക്ക് പേടിയാ, വെറുപ്പ. എന്നെ കൊല്ലാതെ ഇല്ലാണ്ടാക്കിയ നശിച്ച രാത്രി. പിന്നെ ഓരോ ദിവസവും എല്ലാം എന്നെ കൊന്നുകൊണ്ടേയിരുന്നു. പാറമടയിലെ ശബ്ദം എന്നെ ഭ്രാന്തിയാക്കി. ആ ശബ്ദത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും നിലവിളി ഞാൻ ആവർത്തിച്ച് കേട്ടു. ഓടിപ്പാഞ്ഞ് പലവട്ടം ചെന്ന് ഞാൻ ആ യന്ത്രക്കാലിൽ പിടിച്ചു വലിച്ചു. പക്ഷെ കൈ മുറിഞ്ഞ് ചോര വന്നതല്ലാതെ അവയ്ക്കൊന്നും പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ ചീരുമുത്തശ്ശിയുടെ ഒരു പാവ പോലെയായി. പറയുന്ന കഥകൾ കേട്ട് തരുന്ന എന്തൊക്കെയോ പേരിന് കഴിച്ച് ഇങ്ങനെ അവിടെ ചുരുണ്ടുകൂടി കിടന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന രാത്രി അന്ന് ഞാൻ നേരത്തെ ഉറങ്ങും. കണ്ണ് മുഴുവൻ പുതപ്പ് കൊണ്ട് മൂടിക്കെട്ടി അങ്ങനെ കിടക്കും. കാർത്തു ഇടയ്ക്കിടയ്ക്ക് വരും. അവളുടെ കൂടെ പുഴവക്ക് വരെ പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ തേനെടുത്ത് കഴിഞ്ഞ് വരുന്ന അച്ഛൻ്റെ ആമി എന്ന വിളി ഞാൻ കേൾക്കും. എണീറ്റ് ചാടി ഓടും. കല്ലിൽ തട്ടി മുഖമടിച്ച് വീഴും. ചോര വാർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ കാർത്തുവിന് പേടിയാവും. പിന്നെ പതിയെ പതിയെ അവൾ വരാതെയായി. അവളുടെ അമ്മ പറഞ്ഞു അത്രേ, ആമയ്ക്ക് പ്രാന്തായെന്ന്. ആയിരിക്കാം. സ്വന്തമെന്ന് പറയാൻ ഭൂമിയിൽ ആരുമില്ലാത്ത ഒരാൾക്ക് ലേശം പ്രാന്തില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടതുള്ളൂ. ഒറ്റയ്ക്കാവുക എന്നതിൽ കൂടുതൽ ഒരു ശിക്ഷയും കിട്ടാനില്ല ഈ ഭൂമിയിൽ. പരാതിയോ പരിഭവമോ ഒന്നുമില്ല. വെറുപ്പോ ദേഷ്യമോ അത്ര പോലുമില്ല. ഭൂമി പിളർന്ന് താഴേക്ക് പോവാൻ ഒരവസരം കിട്ടിയാൽ അതും ചെയ്യും. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വയം കൊന്നേനെ. പക്ഷേ അതിനുള്ള ഒരാവതില്ല എനിക്ക്. ഇങ്ങനെ തന്നെ മരവിച്ചിരിക്കണം. ദൈവം എൻ്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും ഒരു വരം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ജീവിതം അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും നടക്കില്ലായിരിക്കും, അല്ലേ? വേദനയ്ക്ക് മുകളിൽ വേദനയും സങ്കടത്തിന് മുകളിൽ സങ്കടവും. അങ്ങനെ പോകുന്നു ഈ ജീവിതം. ഭൂമിയിൽ ഒരാൾ മരിച്ചാൽ ആകാശത്തൊരു നക്ഷത്രം വിരിയുമെന്ന് മുത്തശ്ശി എപ്പോഴും പറയും. അപ്പോൾ അച്ഛനും അമ്മയും ആകാശത്ത് കാണുമോ? അവരിങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് വേറെ കുറേ നക്ഷത്രങ്ങളുണ്ടാവില്ലേ? അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊക്കെ നിൽക്കാൻ ഒരുപാട് ഭാഗ്യം കിട്ടിയ ചില നക്ഷത്രങ്ങൾ. ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ. ഈ നക്ഷത്രങ്ങൾക്കൊക്കെ മരണം കാണുമോ? ഞാനിപ്പോൾ മരിച്ച നക്ഷത്രമായ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഞാൻ മരിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ നിന്ന് അടർന്നു വീഴുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അവരുടെ അടുത്ത് ചെല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും മരിക്കായിരുന്നു. പക്ഷേ സ്വയം കൊല്ലാനുള്ള ധൈര്യം അതിപ്പോഴും ഇല്ല. എനിക്കറിയത്തില്ല. അമ്മയും അച്ഛനും ഒരുപാട് വേദന സഹിച്ച് കാണൂല്ലേ? അവരുടെ മുകളിൽ നിന്ന് ആ പാറ എടുത്ത് മാറ്റിയപ്പോൾ അവരെന്തോരം വേദന സഹിച്ച് കാണൂല്ലേ? അവരുടെ കണ്ണുകളിങ്ങനെ തുറന്നിരിക്കുമായിരുന്നു. അത് ചിലപ്പോൾ എന്നെ ഓർത്ത് തന്നെ ഇരിക്കുമായിരുന്നിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ബാക്കി വെച്ചിട്ടല്ലേ അവർ പോയത്. അവർ മരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ നിറച്ച് ഞാൻ മാത്രമായിരുന്നിരിക്കണം. അവരൊരുപാട് സ്നേഹിച്ച അവരുടെ ഏക മകൾ. പക്ഷേ അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയി എന്തിനാ? അറിയില്ല. ഒരു ദിവസം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് പറ്റുമായിരിക്കും. പതിയെ പതിയെ ഞാനിങ്ങനെ ചീരുമുത്തശ്ശിയുടെ പഴയ വീടിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ച് ചിത്രം കണക്കിയിരിപ്പായി. ആമി എന്ന ഞാൻ അങ്ങനെ ആ ഗ്രാമത്തിലെ ആദ്യത്തെ ഭ്രാന്തിയായി. ഓ, ആരാണാവോ ഈ നേരത്ത്?
മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല. ആമി, നീ ഇവിടെ ഇരിക്കുക കേട്ടോ. നിനക്ക് ദേ ഞാൻ ഇവിടെയുണ്ട്. നിനക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ, നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തരാൻ ഞാൻ ദാ ഇവിടെയുണ്ട്. നീ കിടന്നുറങ്ങിക്കോ. ശേ, അല്ലേലും അക്ഷരങ്ങളായ ആമിക്ക് എന്തുറക്കല്ലേ.